ധർമ്മസ്ഥലയ്ക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് BJP പ്രതിഷേധം ആരംഭിച്ചു. ബംഗളൂരു യഹലങ്ക MLA SR വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല ചലോ യാത്ര തുടങ്ങി. മൃതദേഹം കുഴിച്ചിട്ടു എന്ന് സാക്ഷി പറഞ്ഞ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെയാണ് ധർമ്മസ്ഥലയുടെ യശസ് കളങ്കപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുവെന്ന ആരോപണം BJP ഉയർത്തുന്നത്. KB ശ്രീധരനാണ് വിവരങ്ങളുമായുള്ളത്. KB ശ്രീധരൻ, ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ വാർത്തകളുണ്ട്. പക്ഷേ പൂർണ്ണമായി അവിടേക്ക് എത്തി അന്വേഷണം നടത്താനുള്ള സാഹചര്യം മാധ്യമപ്രവർത്തകർക്ക് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ചിലർ എന്നാണോ ആരോപിക്കുന്നത്? അതായത് 14 ഇതുവരെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനകളിൽ ഈ സാക്ഷി പറഞ്ഞ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ പോലുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താൻ ആയില്ല. അതായത് 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് സാക്ഷിയുടെ മൊഴിയുണ്ടായിരുന്നത്. ഇതിൽ 13ാമത്തെ സ്പോട്ടിൽ മാത്രം കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും അതിൽ കാര്യമായിട്ടൊന്നും കണ്ടെത്താനായില്ല. തുടർന്നാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്ന് BJP ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ കുഴിച്ചുള്ള പരിശോധനയിൽ കാര്യമായി കണ്ടെത്താത്തതിനെ തുടർന്ന് തന്നെ ഈ ധർമ്മസ്ഥലയെ പിന്തുണച്ച് പരസ്യ പ്രതികരണമായി നിരവധി നേതാക്കൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല ചലോ യാത്രയുമായി BJP രംഗത്ത് വന്നിരിക്കുന്നത്. 400ഓളം കാറുകളിൽ ബംഗളൂരുവിലെ യലഹങ്ക MLA SR വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ധർമ്മസ്ഥലയ്ക്ക് റാലി പോവുകയാണ്. അവിടെ ഇന്ന് വൈകിട്ടോടെ എത്തും. അതിനുശേഷം മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വീരേന്ദ്ര ഹെഗ്ഡെയെ കണ്ട് പിന്തുണ അറിയിച്ച് മടങ്ങിപ്പോരുന്ന രീതിയിലാണ് ഈ റാലി ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഈ വീരേന്ദ്ര ഹെഗ്ഡെയ്ക്ക് ഒരു പിന്തുണയുള്ളത്. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ വീരേന്ദ്ര ഹെഗ്ഡെയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കാര്യമായി നടക്കുന്നുണ്ട്, ആസൂത്രണം നടക്കുന്നുണ്ട് എന്നായിരുന്നു DK ശിവകുമാറിന്റെ പ്രതികരണം. അതായത് DK ശിവകുമാർ കൂടി അംഗമായിട്ടുള്ള ഒരു സർക്കാരാണ് ഈ വിഷയത്തിൽ ഒരു SITയെ പ്രഖ്യാപിച്ച് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി തന്നെ, അതും സംസ്ഥാനത്തെ പ്രധാന നേതാവ് തന്നെ, കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കാര്യമായിട്ട് ഒന്നും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് അതിന് പിന്നാലെയാണ് അപകീർത്തിപ്പെടുത്തുന്നതെന്ന് ആരോപിച്ച് BJP സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. BJP ജാഥ നടത്തുന്നു. ശ്രീധരൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. BJP മാത്രമല്ല DK ശിവകുമാർ അടക്കം വീരേന്ദ്ര ഹെഗ്ഡെ പിന്തുണയ്ക്കുന്നുവെന്നും ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നു.